greet you in the matchless and wonderful name of Jesus Christ our Lord. നിസ്തുലവും അത്ഭുതകരവുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. There are many outstanding personalities in the Bible. വളരെ ശ്രദ്ധേയമായ നിരവധി വ്യക്തിത്വങ്ങൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. We read in the Old Testament of Moses. പ്രത്യേകിച്ച് മോശയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ദൈവവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. He had such an intimate relationship with God. It is said that he talked to God face to face. ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തുന്ന നിലയിൽ ദൈവവുമായുള്ള അഗാധമായ അഭേദ്യമായ ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയാണ് മോശ. We read of David, who was a man after God's own heart. ദൈവത്തിന്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ദാവീദിനെ കുറിച്ച് നാം വായിക്കുന്നു. It is not said of anybody else but David that he was a man after God's own heart. മറ്റാരെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടില്ല, ദാവീദിനെ കുറിച്ച് മാത്രമാണ് യഹോവയുടെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് He was രേഖപ്പെടുത്തിയിരിക്കുന്നത്. the greatest king of Israel. ഇസ്രായേലിന്റെ മഹാനായ രാജാവായിരുന്നു അദ്ദേഹം. His name is mentioned more times than the name of Jesus Christ. യേശുവിന്റെ പേര് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ദാവീദിന്റെ പേര് His പറഞ്ഞിരിക്കുന്നു. name is mentioned more than 1,000 times in the Bible. 1000-ലധികം പ്രാവശ്യം ദാവീദിന്റെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. He was a great man. വലിയ മനുഷ്യനായിരുന്നു. Deborah was a great sister. ദെബോറ അതുപോലെ തന്നെ വളരെ അധികമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ലീഡറായിരുന്നു. She was a great leader in Israel. ഇസ്രായേലിലെ വലിയ ഒരു നേതാവായിരുന്നു. She ruled Israel for 40 years. 40 വർഷം ഇസ്രായേലിനെ ഭരിക്കുവാനിടയായി. Elijah was a great prophet. എലീശ ഒരു മഹാനായ പ്രവാചകനായിരുന്നു. His prayer could bring fire from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറക്കുവാൻ തന്റെ പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞു. His successor Elisha was also a great man. തന്റെ പിൻഗാമിയായിരുന്ന എലീശയും അതുപോലെ ശ്രേഷ്ഠനും മഹാനുമായിരുന്നു. Every move, every decision that Elisha made was a powerful decision. തന്റെ ഓരോ നീക്കങ്ങളും താൻ എടുത്ത ഓരോ തീരുമാനങ്ങളും ശക്തിയേറിയ He was തീരുമാനങ്ങളായിരുന്നു. controlled by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ താൻ നിയന്ത്രിതനായിരുന്നു. He moved powerfully. പരിശുദ്ധാത്മാവോടെയാണ് ചലിച്ചത്. He ministered effectively. വളരെ ഫലവത്തായി താൻ ശുശ്രൂഷിച്ചു. Everything that Elisha did was under the control and the domination of the Holy Spirit. താൻ ചെയ്ത ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. Many great people in the Old Testament and in the New Testament. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുപോലുള്ള അനേക ശ്രേഷ്ഠ വ്യക്തികളെ കാണുവാൻ There was കഴിയുന്നു. another great man. പക്ഷേ വേറൊരു വലിയ ശ്രേഷ്ഠനായ He മനുഷ്യനുണ്ട്. was in par with Moses. അതായത് മോശയോട് ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. He was as great as Moses. മോശയെ പോലെ മഹാനായ വ്യക്തിയാണ്. God used him powerfully. വളരെ ശക്തമായി ദൈവം അദ്ദേഹത്തെ You ഉപയോഗിച്ചു. will see how God positioned and placed him strategically to advance the kingdom of God. ദൈവരാജ്യത്തെ ദൈവജനത്തെ മുൻപോട്ട് നയിക്കേണ്ടതിനു വേണ്ടി വളരെ പ്രത്യേകമായ കൃപകളോടുകൂടെ ദൈവം തെരഞ്ഞെടുത്ത് നിർത്തിയ വ്യക്തി. In the book of Acts we read how God used Peter. എങ്ങനെയാണ് പത്രോസിനെ ദൈവം ഉപയോഗിച്ചതെന്ന് അപ്പോസ്തലപ്രവൃത്തികളിൽ നാം വായിക്കുന്നു. He was an apostle to the Jewish people. പ്രത്യേകിച്ച് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് പത്രോസ് He ശുശ്രൂഷിപ്പാനിടയായത്. ministered to the people who came from a Hebraic background. എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരോടുള്ള ബന്ധത്തിലായിരുന്നു പത്രോസിന്റെ ശുശ്രൂഷ. There were people of the Jewish background who came from different nations. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. But Peter was comfortable from those Jews who came from the Hebraic background. എന്നാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരോടുള്ള ബന്ധത്തിൽ അത് എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരോട് ശുശ്രൂഷിപ്പാനായിരുന്നു പത്രോസിന് താല്പര്യം. Peter was more comfortable with those who spoke Aramaic and Hebrew. അതെ അരാമ്യ ഭാഷ അത് സംസാരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുവാനായിരുന്നു തനിക്ക് താല്പര്യം. Apostle Paul was an apostle of the Gentiles. എന്നാൽ ജാതികളുടെ അപ്പോസ്തലനായിരുന്നു വിശുദ്ധ പൗലോസ്. He was a Jew himself. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. He was comfortable in ministering to people from the Hebrew background. അദ്ദേഹം എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുന്നതിൽ തൽപരനായിരുന്നു. But he was also comfortable in ministering to the people from the Greek എന്നാൽ background. അതേ സമയം തന്നെ യവനായ പശ്ചാത്തലത്തിൽ നിന്ന് അവരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുന്നതിലും താൻ വളരെ He തൽപരനായിരുന്നു. was also comfortable in speaking to the people that did not come from any Jewish background. അതെ യാതൊരു യഹൂദ പശ്ചാത്തലവും ഇല്ലാത്തവരായ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുന്നതിലും തനിക്ക് താല്പര്യമായിരുന്നു. He was the apostle, the pagans, to the Gentiles, to the nations. ജാതികളോടുള്ള ബന്ധത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജാതികളോടുള്ള ബന്ധത്തിൽ താൻ ശുശ്രൂഷിച്ചിരുന്നു. In between Peter and Paul, God used one person. ഈ പത്രോസിനും പൗലോസിനും ഇടയിൽ ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചു. And he was a bridge
and he was a person who was used of the Lord, and the ministry of Stephen was a ministry that was a turning point in the life of the church. പത്രോസിന്റെ ശുശ്രൂഷയ്ക്കും പൗലോസിന്റെ ശുശ്രൂഷയ്ക്കും ഇടയ്ക്ക് ഒരു പാലം പോലെ പ്രവർത്തിപ്പാനിടയായി തീർന്ന വ്യക്തിയായിരുന്നു സ്തെഫാനോസ് എന്ന ദൈവഭൃത്യൻ. Stephen was a Hellenistic Jew. അദ്ദേഹം ഒരു യവനായ യഹൂദനായിരുന്നു. His mother tongue was Greek. അതെ, തന്റെ ഭാഷ ഗ്രീക്ക് ഭാഷയായിരുന്നു. And Stephen was a person who was a forerunner to the ministry of Paul. പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മുൻഗാമിയായിട്ട് മുന്നോടിയായിട്ട് സൃഷ്ടിച്ച വ്യക്തിയാണ് സ്തെഫാനോസ്. The mantle of Stephen fell upon Paul. അതെ, സ്തെഫാനോസിന്റെ ഭൂതപ്പ് വീഴുവാനിടയായി തീർന്നത് പൗലോസിന്റെ മേലാണ്. And Saul, before he became Paul, was a bitter enemy of the gospel. അതെ, താൻ പൗലോസ് ആകുന്നതിന് മുൻപ് ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് ശൗല് ഒരു വലിയ സുവിശേഷ വിരോധിയായിരുന്നു. In fact, he was the brain behind the persecution and the killing of Stephen. സ്തെഫാനോസിനെ കൊല്ലുന്നതിലും സഭയെ പിടിപ്പിക്കുന്നതിലും മുന്നിട്ട് നിന്നത് ശൗലാണ്. But the mantle of Stephen fell upon Paul. എന്നാൽ സ്തെഫാനോസിന്റെ ഭൂതപ്പ് അതെ പൗലോസിന്റെ മേൽ വീണു. Stephen made a tremendous contribution to the church. വളരെ വലിയ ഈടുറ്റ സംഭാവനയാണ് സ്തെഫാനോസ് സഭയ്ക്ക് ചെയ്തത്. His life also touched the hearts of people. അതെ, തന്റെ ജീവിതം തന്നെ ജനത്തെ His സ്പർശിക്കുന്നതായിരുന്നു. ministry was a catalyst to the growth of the church. ദൈവസഭയെ വളർത്തുന്നതിന് പ്രേരക ഘടകമായിരുന്നു സ്തെഫാനോസിന്റെ His ശുശ്രൂഷ. ministry was very short. തന്റെ ശുശ്രൂഷ കാലം വളരെ ചെറിയതായിരുന്നു. He ministered only for 4 years. 4 വർഷങ്ങൾ മാത്രമാണ് സ്തെഫാനോസ് ശുശ്രൂഷിച്ചത്. Only for 4 years. 4 വർഷം മാത്രമാണ് സ്തെഫാനോസ് Only for ശുശ്രൂഷിച്ചത്. 4 years. വെറും 4 വർഷങ്ങൾ മാത്രം. Only for 4 years. 4 വർഷങ്ങൾ മാത്രം. But his ministry was a turning point in the life of the church. എന്നാൽ സഭയുടെ ചരിത്രത്തിന്റെ വഴിത്തിരിവായി മാറിയ ശുശ്രൂഷയാണ് സ്തെഫാനോസ് It is നടത്തിയത്. not the length of your life, നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യമല്ല, but it is the depth of your life that matters to God. ജീവിതത്തിന്റെ ആഴമാണ് പ്രാധാന്യം It അറിയുന്നത്. is not how long you live, എത്ര നാൾ ദീർഘമായി ജീവിച്ചു but എന്നുള്ളത്, how meaningful your life is. എത്ര അർത്ഥവത്തായി ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. It is not how long you live chronologically, അതെ, എത്രയധികം താത്വികമായി നീണ്ട അതെ നിലയിൽ നിങ്ങൾ ജീവിച്ചു എന്നുള്ളതല്ല, but whether you are fulfilling the purpose for which you were created. അതെ, നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശത്തിന് വേണ്ടി കുറച്ചു കാലമെങ്കിലും ജീവിച്ചുവോ, ഇതാണ് പ്രധാനം. Stephen only worked and labored for 4 years. സ്തെഫാനോസ് വെറും 4 വർഷങ്ങൾ മാത്രമാണ് ജീവിച്ചത്. But when he was killed, പക്ഷേ താൻ കൊല്ലപ്പെട്ടപ്പോൾ the Bible says വേദപുസ്തകം in പറയുന്നു, Acts chapter 8 verse 2, അപ്പോസ്തലപ്രവൃത്തികൾ 8:2 that godly people mourned for him. അതെ, ദൈവഭക്തരായ മനുഷ്യർ തനിക്ക് തന്നെ ഓർത്ത് വിലപിച്ചു It എന്ന്. was the godly people that buried him. അതെ, ദൈവഭക്തരായ ആളുകളാണ്, ഭക്തന്മാരായ പുരുഷന്മാരാണ് തന്നെ അടക്കം But ചെയ്തത്. they mourned deeply for the loss of അവർ Stephen. തന്നെ ഓർത്ത് ഒരു വലിയ ഒരു പ്രലാപം കഴിച്ചു എന്ന് വായിക്കുന്നു. The church was scattered. അതെ, സഭ അപ്പോൾ ചിതറപ്പെട്ടിരിക്കുന്ന He was the അവസ്ഥയിലാണ്. first martyr of the early church. ആദിമസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. He was the one who laid his life for the Lord Jesus Christ. കർത്താവിന് വേണ്ടി തന്റെ ജീവൻ വെച്ചുകൊടുത്ത വ്യക്തി. Until this time, ഈ കാലം the enemies persecuted the church. സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They imprisoned ministers of the gospel. അനേക ദൈവ ശുശ്രൂഷകന്മാരെ അവർ കാരാഗൃഹത്തിൽ അടച്ചു. But nobody had laid their life for the Lord. പക്ഷേ അതുവരെ ആരും ജീവൻ വെക്കേണ്ടി വന്നിരുന്നില്ല. He was the first one to lay his life for the Lord. സ്തെഫാനോസ് ആണ് ജീവൻ ആദ്യമായി കർത്താവിന് വേണ്ടി വെക്കേണ്ടി വന്നത്. He played a pivotal role in the life of the early church. ആദിമസഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്, ഒരു ജോലിയാണ് അദ്ദേഹം ചെയ്തത്. His life was a well-rounded life. വളരെയധികം പൂർണ്ണമായിരുന്ന ഒരു ജീവിതമായിരുന്നു സ്തെഫാനോസ്. His life fractional or partial. വളരെയധികം ഭാഗികമായിട്ടുള്ള ഒരു ജീവിതമായി, പൂർണ്ണമായ ഒരു ജീവിതം. Without Stephen, there would not be the ministry of Paul. അതേ, സ്തെഫാനോസിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു പൗലോസിന്റെ ശുശ്രൂഷ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നില്ല. Without the ministry of Stephen, the church would not have broken from the traditional Judaic heritage. അതേ, വാസ്തവത്തിൽ വിശുദ്ധ പൗലോസ് ഉണ്ടായിരുന്നില്ല എങ്കിൽ, സ്തെഫാനോസ് ഇല്ലായിരുന്നുവെങ്കിൽ സഭ ആ പഴയ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ഒരിക്കലും വിട്ടുപോരുമായിരുന്നില്ല. Without the ministry of Stephen, the church would not have had a worldwide outrage. തന്നെയുമല്ല, സ്തെഫാനോസിന്റെ ശുശ്രൂഷ ഇല്ലായിരുന്നുവെങ്കിൽ ലോകവ്യാപകമായി ദൈവസഭയുടെ ശുശ്രൂഷ വ്യാപിക്കുമായിരുന്നില്ല. Stephen played a pivotal role in the life of the church. വളരെ നിർണായകമായ ഒരു ഭാഗമാണ് അത് സ്തെഫാനോസ് നിർവഹിപ്പാനിടയായത്. The Bible says he was
was faithful in little things. അതേ താൻ അനേക കാര്യങ്ങളിലും വളരെ വിശ്വസ്തനായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. The apostles chose 7 men who were faithful in little things. നിസ്സാര കാര്യങ്ങളിൽ, ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായവരെയാണ് അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തത്. Because he was faithful in little things, God enlarged the sphere of influence. അല്പകാര്യങ്ങളിൽ താൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് തന്റെ ശുശ്രൂഷയുടെ വ്യാപ്തിയെ ദൈവം വർദ്ധിപ്പിക്കുവാനിടയായി. He was a faithful servant of Jesus. യേശുക്രിസ്തുവിന്റെ വിശ്വസ്ത ദാസനായിരുന്നു സ്തെഫാനോസ്. He was fearless in declaring the word of God. ഭയലേശം താൻ ദൈവവചനം ശക്തിയോടെ പ്രഘോഷിച്ചു. He was the first martyr of the church. സഭയുടെ ഒന്നാമത്തെ രക്തസാക്ഷി. Stephen's name means a crown. അതേ, സ്തെഫാനോസ് എന്ന പേരിന്റെ അർത്ഥം കിരീടമെന്നാണ്. The parents of Stephen never knew that one day he would follow the one who wore the crown of thorns. അതേ, മുൾക്കിരീടം ധരിച്ച ഒരുവനെ എന്റെ മകൻ ഒരു ദിവസം പിൻപറ്റുമെന്ന് മാതാപിതാക്കൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. But they named him and gave him that name Stephanos, which means crown. എന്നാൽ അതേ, വളരെ ജയത്തിന്റെ പ്രതീകമായിട്ടുള്ള കിരീടമെന്ന ആ പേരാണ് അതേ തന്റെ മകൻ അവർ കൊടുത്തത്. When Luke portrays Stephen in the book of Acts, അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് സ്തെഫാനോസിനെ വിളിക്കുമ്പോൾ he is very careful in describing the life and the ministry of Stephen. സ്തെഫാനോസിന്റെ ജീവിതവും ശുശ്രൂഷയും വിവരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെയാണ്. Luke talked about 5 things concerning Stephen. അത് പ്രത്യേകിച്ച് സ്തെഫാനോസിലുള്ള 5 വിശേഷതകൾ ലൂക്കോസ് എടുത്തു കാണിക്കുന്നു. Number 1, ഒന്നാമത്, he was full of the Holy Spirit. അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു. Number 2, രണ്ടാമത്, he was full of faith. അവൻ വിശ്വാസത്തിൽ പൂർണ്ണനായിരുന്നു. Number 3, മൂന്നാമത്, he was full of wisdom. അവൻ ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. Number 4, നാലാമത്, he was full of grace. അവൻ കൃപ നിറഞ്ഞവനായിരുന്നു. Number 5, അഞ്ചാമത്, he was full of power. അവൻ ശക്തിയുള്ളവനായിരുന്നു. The word faith is used 2 times to describe Stephen, സ്തെഫാനോസിനോടുള്ള ബന്ധത്തിൽ വിശ്വാസം എന്ന വാക്ക് 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. especially in the King James version of, in the English translation. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് തർജ്ജമയിൽ കിങ് ജെയിംസ് വേർഷനിലാണ് 2 പ്രാവശ്യം അത് ഉപയോഗിച്ചിരിക്കുന്നത്. But the newer translations, when they use the word faith the second time, they use the word grace. എന്നാൽ പുതിയ മറ്റ് ട്രാൻസ്ലേഷനുകളിൽ വിശ്വാസം എന്ന വാക്ക് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് വിശ്വാസം എന്നുള്ളതിന് പകരം കൃപ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. Because the newer translations that was done last century was done on the later manuscripts that was found archaeologically nearly 75-80 years ago. കാരണം പുതിയ തർജ്ജിമകൾ പ്രധാനമായിട്ടും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അതേ അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടതായ കൈയെഴുത്ത് പ്രതികളിൽ നിന്നുമാണ്, ബൈബിളിന്റെ കൈയെഴുത്ത് പ്രതികളിൽ നിന്നുമായിരുന്നു. And those manuscripts were older than the manuscripts when the King James version was translated 400 years ago. ഈ ഒടുവിലത്തെ തർജ്ജിമകളിൽ ഉപയോഗിച്ച അടിസ്ഥാനമായി ഉപയോഗിച്ച അതേ കൈയെഴുത്ത് പ്രതികൾ കിങ് ജെയിംസ് വേർഷൻ തർജ്ജിമ ചെയ്യുവാൻ ഉപയോഗിച്ച കൈയെഴുത്ത് പ്രതികളെക്കാൾ മുൻപേ ഉള്ളതായിരുന്നു. So the word grace is also attached when Luke describes the capture of Stephen. അതുകൊണ്ട് സ്തെഫാനോസിന്റെ സ്വഭാവം ലൂക്കോസ് ഇവിടെ വിവരിക്കുമ്പോൾ കൃപ എന്നുള്ള വാക്കോടെ ഉപയോഗിച്ചിരിക്കുന്നു. Notice how careful the apostles were in choosing the men to do menial tasks. പ്രത്യേകാൽ തരം തന്നോന്ന് തോന്നുന്ന അതേ കാര്യങ്ങളാണെങ്കിലും ശുശ്രൂഷകളാണെങ്കിലും അത് ചെയ്യുവാനായിട്ട് അപ്പോസ്തലന്മാർ നടത്തിയെടുപ്പ് എത്ര വിലയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. They were selecting 7 to wait on tables. അതേ പ്രത്യേകിച്ച് മേശകളിൽ സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് 7 പേരെ അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തത്. Waiting on tables in restaurant and waiting on tables in the church is 2 different things. അതേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹോട്ടലിലെ ടേബിളിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നതും സഭയിൽ മേശയിൽ സൂക്ഷിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. Because there is a spiritual dimension attached to it. കാരണം അതോടുള്ള ബന്ധത്തിൽ വലിയ ആത്മീയമായിട്ടുള്ള അർത്ഥം ചേർന്നു വരേണ്ടതാണ്. The apostles and the people were very careful in choosing the right person. അതേ ശരിയായ ആളുകളെ തന്നെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അപ്പോസ്തലന്മാർ സൂക്ഷ്മത പാലിച്ചു. There were 30,000 people in Jerusalem. These 7 were chosen. അതെ, ഈ 7 പേർ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ യെരുശലേം സഭയിൽ ഏകദേശം 30,000 അംഗങ്ങളുണ്ട്. There were 30,000 believers in the early church in Jerusalem. യെരുശലേമിലെ ആദിമസഭയിൽ 30,000 അംഗങ്ങളുടെ ഇടയിൽ നിന്നാണ്. Out of 30,000 they chose 7 people. 30,000 ആളുകളുടെ ഇടയിൽ നിന്നാണ് 7 പേരെ തെരഞ്ഞെടുത്തത്. And the early church were very wise choosing these people. ഇവരെ തെരഞ്ഞെടുക്കുന്നതിൽ വളരെ ബുദ്ധിയാണ് ആദിമസഭ ഉപയോഗിച്ചത്. ജ്ഞാനത്തോടെ തെരഞ്ഞെടുത്തു. They had to be men of report. അതെ, മാന്യമായിട്ടുള്ള അതെ നല്ല മാന്യമുള്ളവരായിരുന്നിരിക്കണം. They had to be full of the Holy Spirit. അവർ പൂർണ്ണമായി ആത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം. They had to be practical in applying wisdom. ജ്ഞാനം
പ്രായോഗികമായി ഉപയോഗിക്കുന്നതിൽ കഴിവുള്ളവരായിരിക്കണം. Their integrity and character had to be beyond question. അവരുടെ സത്യസന്ധതയും സ്വഭാവ സമഗ്രതയും To be full of the Holy Spirit. പരിശുദ്ധാത്മ നിറഞ്ഞവരായിരിക്കണം. What mean to be full of the Holy Spirit? പരിശുദ്ധാത്മ പൂർണ്ണരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? It means to have that spiritual capacity God wants each one of us to have. നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക ശക്തിയുള്ളവരായി, ആത്മീക കഴിവുള്ളവരായി നാം തീർന്നിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. To be so dominated and controlled by the Spirit of God that reflect the character and the nature of our Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ ഭാവിനാൽ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ നാം യേശുവിന്റെ സ്വഭാവമുള്ളവരായി മാറുകയാണ്. It was not just the apostles that needed to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടത് വെറും അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ളതല്ല. It was not just the prophets that needed to be filled with the Holy Spirit. പ്രവാചകന്മാർ മാത്രമല്ല ആത്മാവിനാൽ നിറയപ്പെടേണ്ടത്. Even those who were doing menial tasks like serving food had to be filled with the Holy Spirit. ഒരുപക്ഷെ വളരെ ചെറിയെന്ന് തോന്നിക്കുന്ന ഭക്ഷണം വിതരണം ചെയ്യുന്ന ജോലി പോലും ചെയ്യണമെങ്കിൽ ദൈവസഭയിൽ ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരിക്കണം. Nowadays we give contract for this bundle. ഈ കാലങ്ങളിലായിട്ട് നാം ഇതുപോലൊരു പന്തൽ നിർമ്മിക്കുന്ന കോൺട്രാക്ട് കൊടുക്കുകയാണ്. But in the early days it was the believers that came and erected the bundle. പക്ഷേ നമ്മുടെ പൂർവ്വകാലങ്ങളിൽ വിശ്വാസികൾ പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് അവർ തന്നെയാണ് പന്തൽ നിർമ്മിച്ചിരുന്നത്. I have heard that my grandfather and other ministers would ask whether the people that came to put the bundle were filled with the Holy Spirit. ഈ കൺവെൻഷനിൽ പന്തലിടുന്നതിന് വേണ്ടി കടന്നു വന്നിരുന്ന ദൈവ മക്കളോട് എന്റെ പിതാമഹനും അതുപോലെ അദ്ദേഹത്തോടൊപ്പം സഹശുശ്രൂഷകന്മാരുമായിരുന്നവർ ചോദിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണോ എന്ന്. They want to make sure that even those who came to put the bundle were people who were filled with the Holy Spirit. കാരണം അവർക്കൊരു കാര്യം ഉറപ്പാക്കണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. പന്തലിടുവാൻ വരുന്ന വ്യക്തികൾ പോലും ദൈവത്തിന്റെ സഭയിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം. This was what the apostles required. ഇത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലന്മാരും ആവശ്യപ്പെട്ടത്. They met the physical and spiritual needs of the people. അതെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു പരിശുദ്ധാത്മാ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത്. This is how the early church selected the people to the office. ഇപ്രകാരമുള്ള വ്യക്തികളെയാണ് ആദിമസഭ പ്രധാന ചുമതലകളിലേക്ക് തിരഞ്ഞെടുത്തത്. Stephen was a perfect combination of a preacher and a servant and an administrator. ഒരു നല്ല പ്രസംഗകൻ, അതോടൊപ്പം തന്നെ നല്ലൊരു സേവനം ചെയ്യുന്ന വ്യക്തി എന്നുള്ള എല്ലാ കഴിവുകളും ഒത്തുചേർന്ന വ്യക്തിയായിരുന്നു സ്തെഫാനോ. And next we find the Bible talks about his character. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ബൈബിൾ പ്രധാനമായി വിവരിക്കുന്നതാണ്. He was dominated and controlled by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ താൻ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. He was filled with faith. ശ്വാസം നിറഞ്ഞവനായിരുന്നു. Faith is the greatest gift that the Holy Spirit can give us. പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകി തരുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. It is the greatest gift that the Holy Spirit can give us. പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകി തരുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം വിശ്വാസമാണ്. Because it is this gift that makes other gifts possible. കാരണം ബാക്കി എല്ലാ വരങ്ങളും നമ്മളിൽ ഉളവാക്കുന്നതിന് കാരണമായി തീരുന്ന വരം വിശ്വാസമാണ്. It is by faith that I respond to the gospel. വിശ്വാസത്താലാണ് നമ്മൾ വിശേഷത്തോട് പ്രതികരിച്ചത്. It is the Holy Spirit's work in my life that enables me to respond to the gospel. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചപ്പോഴാണ് സുവിശേഷം കേട്ട ഞാൻ സുവിശേഷത്തോട് അനുകൂലമായി പ്രതികരിച്ചത്. It is the work of the Holy Spirit and my faith that enables me to grow in grace and in the knowledge of Jesus. കൃപയിൽ ഞാൻ വളർന്ന് യേശുക്രിസ്തുവിന്റെ തലയോളം എത്തിച്ചേരേണ്ടതിന് പ്രവർത്തിക്കുന്നത് ഈ വിശ്വാസമാണ്. He was not alone when he died. അതെ, താൻ ഏകനായിരുന്നില്ല താൻ മരിച്ചപ്പോൾ. He was in the presence of God and he experienced the power of the Holy Spirit in his life. അവൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ അവൻ ഉല്ലസിക്കുകയായിരുന്നു അവൻ മരിച്ച സമയത്ത്. He also knew that Jesus stood up to welcome his spirit. അതെ, തന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ നാഥൻ എഴുന്നേറ്റ് നിൽക്കുന്നുവെന്ന് സ്തെഫാനോസിന് മനസ്സിലായി. His heart was filled with grace, filled with the word of God. അവന്റെ ഹൃദയം കൃപ കൊണ്ട് നിറഞ്ഞിരുന്നു, വചനം കൊണ്ട് നിറഞ്ഞിരുന്നു. And he knew the Father was sharing his love and demonstrating it through his son Jesus. അതെ, വാസ്തവത്തിൽ പിതാവായ ദൈവം
തന്റെ പുത്രനിലൂടെ ആ വലിയ സ്നേഹം ഇവിടെ പ്രകടമാക്കുകയാണ്, പങ്കുവെക്കുകയാണ് എന്ന് സ്തെഫാനോസ് മനസ്സിലാക്കി. He knew that the Lord had risen to welcome in the Spirit. അതേ, തന്റെ ആത്മാവിനെ കൈക്കൊള്ളുവാൻ കർത്താവ് എഴുന്നേറ്റിരിക്കുന്നുവെന്ന് മനസ്സിലായി. My Father never breaks His promise. എന്റെ പിതാവ് ഒരിക്കലും വാക്ക് ലംഘിക്കുന്നവനല്ല. Child of God. ദൈവത്തിന്റെ പൈതലേ, Child of God. ദൈവത്തിന്റെ പൈതലേ, Our Father is coming back. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. Our Lord is coming back. കർത്താവ് മടങ്ങി വരുന്നു. Our Savior is coming back. രക്ഷകൻ മടങ്ങി വരുന്നു. Our King is coming back. രാജാവ് മടങ്ങി വരുന്നു. Our Lord of Lords is coming back. കർത്താവ് മടങ്ങി വരുന്നു. Our King of Kings is coming back. രാജാവ് മടങ്ങി വരുന്നു. And He never breaks His promise. അവൻ ഒരിക്കലും വാക്ക് ലംഘിക്കുന്നവൻ. He has never broken His promise. അവൻ ഒരിക്കലും വാഗ്ദാനം ലംഘിച്ചിട്ടില്ല. Child of God. ദൈവ പൈതലേ, It doesn't matter what you're going through. അതായത് ഏത് അവസ്ഥയിലൂടെ കടന്നുപോയാലോ, No matter what the test you are going through, നേരിടേണ്ടി വന്നാലോ, God will take care of you. ദൈവം നിന്നെ കരുതിക്കൊള്ളൂ. God will take care of you. ദൈവം നിന്നെ കരുതിക്കൊള്ളൂ. Would you say, Lord, നിങ്ങൾ കർത്താവിനോട് പറയുമോ, I want to give my whole life to you. കർത്താവേ, എന്റെ മുഴുവൻ ജീവിതവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുവാൻ. I want you to fill me with your Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ I പ്രാർത്ഥിക്കുന്നു. want to be so full of Spirit. പൂർണ്ണമായി നിറയുവാൻ I want to be dominated and controlled by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഞാൻ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. Lord, I want to be filled with your faith. നിന്റെ വിശ്വാസം നിറയപ്പെടുവാൻ I ആഗ്രഹിക്കുന്നു. want to be filled and saturated with the Word of നിന്റെ God. വചനത്താൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because it is faith comes by hearing and hearing by the Word of God. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ. Satan was saturated with the Word of God. താൻ പൂർണ്ണമായിട്ടും മുഴുകിയിരുന്നത് വചനത്തിലാണ്. Lord, help me to be full of faith. കർത്താവേ, വിശ്വാസം പൂർണ്ണനാകുവാനാണ്. Help me to be full of grace. ദൈവകൃപയാൽ Help me to നിറയുവാനിടയാക്കണമേ. be full of wisdom, Lord. ജ്ഞാനത്താൽ നിറയണമേ കർത്താവേ. And Lord, help me ദൈവമേ, എന്നെ സഹായിക്കണമേ. to demonstrate the power to this generation. ഈ തലമുറയിൽ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കുവാൻ അതേ നീ എന്നെ ഉപയോഗിക്കണമേ. Lord, I have one more request. അതേ, ഒരു അപേക്ഷ കൂടെ എനിക്ക്. And I want you to make this one more request. ആ ഒരപേക്ഷ അതേ നിങ്ങളും അപേക്ഷിക്കണം. I want you to make this your prayer. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ While you ആവശ്യപ്പെടുന്നു. pray, Lord, fill me with your Holy Spirit. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, While you pray, Lord, fill me with faith. വിശ്വാസത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, While you pray for power. അത് ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് While you പ്രാർത്ഥിക്കുമ്പോൾ, pray for wisdom. ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, Would you pray one more thing? ഒരു കാര്യത്തിനും കൂടെ നിങ്ങൾ Would you പ്രാർത്ഥിക്കണം. pray for one more thing? ഒരു കാര്യത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. Would you pray, Lord, may at least one person see my face as the face of an angel? കർത്താവേ, എന്റെ ജീവിതകാലത്തൊരിക്കലെങ്കിലും ഒരു മനുഷ്യനെങ്കിലും എന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണുവാൻ എനിക്കിടയാക്കണമേ. Let Saul saw the face of Stephen as the face of an angel. അതെ, ന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടതുപോലെ ശൗലമാർ എന്റെ മുഖം കാണട്ടെ. Lord, may at least one person, ഒരു വ്യക്തി, let at least one person ഒരു വ്യക്തി see my face as the face of an angel. അതെ, ഒരു ദൈവദൂതന്റെ മുഖം പോലെ എന്റെ മുഖം കാണുവാൻ ഇടയാക്കണമേ. What kind of a face are you displaying? നിങ്ങളുടെ മുഖം എങ്ങനെയുള്ളൊരു മുഖമാണ്? Is it an angry face? വളരെ ദേഷ്യഭാവം കലർന്ന മുഖമാണോ? Is it a critical face? അതൊരു വിമർശനഭാവം കലർന്ന മുഖമാണോ? Is it a face filled with cynicism? അതെ, വളരെയധികം സംശയങ്ങൾ കൊണ്ട് നിറഞ്ഞ നിലയിലുള്ളൊരു മുഖമാണോ? Is it a face filled with envy and jealousy? അസൂയ നിറഞ്ഞായ ഒരു മുഖമാണോ? Would you evaluate your life? നിങ്ങളുടെ ജീവിതം വിലയിരുത്തുക. Would you pray, ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? Lord, at least one person, കർത്താവേ, ഏറ്റവും കുറഞ്ഞ ഒരാളെങ്കിലും, at least one person, ഒരാളെങ്കിലും, at least one person, ഒരാളെങ്കിലും, at least one person, ഒരാളെങ്കിലും may they see in my life, in my face, the face of an angel. എന്റെ മുഖത്ത് ദൈവദൂതന്റെ മുഖം കാണുവാനിടയാക്കണമേ. That is a holy face. അതെ, അത് വിശുദ്ധമായ മുഖമാണ്. That is the face with the glow of God. ദൈവത്തിന്റെ പ്രഭ ചൊരിയുന്ന മുഖമാണ്. Would you close your eyes? ദയവായി നിങ്ങളുടെ കണ്ണുകൾ ദൈവസ്ഥലിൽ അടയ്ക്കുക. Would you ask the Lord, ദൈവത്തോട് നിങ്ങൾ ഹൃദയമായി അപേക്ഷിക്കുമോ? Lord, help me to live a full life. കർത്താവേ, ഒരു നിറഞ്ഞ ജീവിതം ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. Even as Stephen lived a full life. കർത്താവേ, സ്തെഫാനോസ് ജീവിച്ചതുപോലെ ഒരു നിറഞ്ഞ ജീവിതം. He ministered only 4 years. കർത്താവേ, താൻ 4 വർഷം മാത്രമാണ് ശുശ്രൂഷിച്ചത്. His life was so meaningful. പക്ഷേ ആ വളരെ അർത്ഥപൂർണമായിരുന്നു. It is not how long you live, but the depth of your life.
എത്ര ദീർഘകാലം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, അതിന്റെ ആഴം എത്രയധികം ഉണ്ടായിരുന്നു. You say, Lord, help me to live a full life. കർത്താവേ, ഒരു നിറവുള്ള ജീവിതം നയിപ്പാൻ Fuller life. ഒരു നിറവുള്ള ജീവിതം. And help me to go forward to the fullness of Jesus Christ. യേശുക്രിസ്തുവിന്റെ നിറവോളം നിറഞ്ഞു വരുവാൻ മുന്നേറുന്ന ജീവിതം. How many of you will say, Lord, this is my desire? എത്ര പേരെന്ന് പറയും, എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ ആഗ്രഹം ഇതാണ്. I want to live a full life. ഞാനൊരു നിറഞ്ഞ ജീവിതം നയിപ്പാൻ I want to be ആഗ്രഹിക്കുന്നു. full of the Holy Spirit. പരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി നിറഞ്ഞ I ജീവിതം. want to be full of faith. വിശ്വാസത്തിൽ പൂർണ്ണമായി നിറഞ്ഞ I want to ജീവിതം. be full of grace. ആ കൃപയിൽ പൂർണ്ണമായി നിറഞ്ഞ I want to ജീവിതം. be full of wisdom. ജ്ഞാനത്തിൽ പൂർണ്ണമായി I നിറഞ്ഞ want to be ജീവിതം. full of power. അതേ ശക്തിയിൽ നിറഞ്ഞ ജീവിതം. Would you raise your hand? നിങ്ങളുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ Would ഉയർത്തുക. you stand to your feet if you raised your hand? ആ കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. Would you make a commitment to the Lord? കർത്താവിന്റെ സന്നിധിയിൽ ഒരു സമർപ്പണത്തിനായി തയ്യാറാകുക. Lord, I want to go forward. കർത്താവേ, എനിക്ക് മുന്നേറണം. I want to be filled with the Holy Spirit. Lord. ആത്മാവിനാൽ നിറയപ്പെട്ട് എനിക്ക് മുന്നേറണം. Totally dominated by the Holy Spirit. കർത്താവിനാൽ പൂർണ്ണമായിട്ട് ആ അധികാര നിയന്ത്രണത്തിന് വിധേയമായി എനിക്ക് മുന്നേറണം. Would you make that your prayer? അത് നിങ്ങളുടെ പ്രാർത്ഥനയായി മാറ്റുമോ? As the choir sings this song, would you cry out to Lord? അതേ, ഈ പ്രിയ ഗായക സംഘം ഗാനം ആലപിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? Would you say, Lord, I really want you to dominate my life. കർത്താവേ, അവിടുന്ന് എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം പൂർണ്ണമായി ഏറ്റെടുക്കണമേ എന്ന് I പ്രാർത്ഥിക്കുന്നു. want you to control every move that I make, Lord. കർത്താവേ, എന്റെ ഓരോ ചലനങ്ങളും അവിടുന്ന് തന്നെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. I yield myself to you, Lord. എന്റെ സ്വയത്തെ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ തരും. Would you cry out to the Lord right now? കർത്താവിനോട് ഹൃദയം തുറന്ന് നിലവിളിക്കുമോ? Would you raise your voices and make your commitment to the Lord? ശബ്ദം ഉയർത്തി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് നിങ്ങളുടെ സമർപ്പണം അറിയിക്കുക. Would you agree as the choir sings this song and ask the Lord to do His holy work in your life? അതേ, പ്രിയ ഗായക സംഘം പാടുന്ന സമയത്ത് ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ച്, കർത്താവേ, നിന്റെ പ്രവൃത്തി എന്നിൽ അതേ നീ നിറവേറ്റണമേ എന്ന്